ഹലോ അസ്സാം വലൈക്കും. ഹംനാസ് കിച്ചൺ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ ബിരിയാണിയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് ചെറിയ ഐക്കോറൻ്റെ കഷ്ണങ്ങളാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം മീനൊന്ന് കഴുകി നമുക്ക് കായം തേച്ചെടുക്കാം. എന്നിട്ട് കായം തേച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പൊരിച്ചെടുക്കണം. അപ്പം ആദ്യം അത് ചെയ്യാം. അപ്പം ആദ്യം നമുക്ക് മീനൊന്ന് കായം തേച്ചെടുക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: മുളക് പൊടി. ഞാൻ കുറച്ച് തോനെ ചോറ് വെക്കുന്നുണ്ട്. ഒരു 2 കിലോൻ്റെ ചോറാണ് വെക്കുന്നത്. അപ്പം മുളക് പൊടി ഇട്ട്, ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, പിന്നെ കുറച്ച് ഇഞ്ചിൻ്റെ പേസ്റ്റ്, കുറച്ചൊരു കുരുമുളക്, കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി, പെരുംജീരകല്ലേ അതിൻ്റെ പൊടി, പിന്നെ കുറച്ച് ബിരിയാണി മസാല. ഇത് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനൽ പോയി നോക്കിയാൽ കാണാം അതെങ്ങനെ ഉണ്ടാക്കലെന്ന്. ഇനി കുറച്ച് നാരങ്ങൻ്റെ നീരാണിത്. സുർക്ക വീത്തുന്നവർക്ക് സുർക്കയും വീത്താം. ഞാൻ വെറും നാരങ്ങ നീര് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഒരു നാരങ്ങൻ്റെ നീരാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. മീനിലേക്കുള്ള ഉപ്പ് ഓവറാകണ്ട. നമ്മൾ കായത്തിലൊക്കെ ഉപ്പിടുമല്ലോ. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിന് പകരം ഞാൻ ഇനി ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, സൺഫ്ലവർ ഓയിലിൻ്റെ. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഓരോ മീനിലും കായം തേച്ച് മാറ്റി വെക്കാം. 1 മണിക്കൂർ നേരം ഇത് വെക്കണം കേട്ടോ, എന്നാലേ കായൊക്കെ നല്ലോണം മീനിൽ പിടിക്കുള്ളൂ. അപ്പോൾ മീനൊക്കെ കായം തേച്ച് വെച്ചിട്ട് ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കണം. ഇനി നമുക്ക് ഉള്ളി, അണ്ടിപ്പരിപ്പ്, കിസ്മിസൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. അതിന് ഞാൻ ഓയിൽ ഒഴിച്ചിട്ട്, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാം. ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊരിച്ച് എടുക്കാം. അപ്പം അണ്ടിപ്പരിപ്പ് ഇതായി വരുന്നുണ്ട്. ഇതൊന്ന് ചെറുങ്ങനൊന്ന് ചൂടാകണം. ഇനി അതിലേക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. കിസ്മിസ് ഇല്ല, അതിട്ട് കൊടുക്കാം. അതൊന്ന് പൊരിച്ചെടുക്കാം. ഇതിന് നമുക്ക് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഈ കരിവേപ്പിലൊന്ന് പൊരിച്ചെടുക്കാം.
ഇനി നമുക്ക് ഉള്ളി പൊരിച്ചെടുക്കാം. ഉള്ളി ചുവന്ന് വരുന്നുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കുറച്ച് ക്യാരറ്റാണ്. ക്യാരറ്റും ഒന്ന് നമുക്ക് വറുത്ത് പോരാം. ഞാൻ പാന് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ മീൻ പൊരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും വെളിച്ചെണ്ണയിൽ മീൻ പൊരിച്ചാൽ. ഇത് ഐക്കോറാണ്, ചെറുതാണ്, വലിയതൊന്നുമല്ല. അപ്പം ഓവറായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം മറിച്ചിട്ടുണ്ട്. ഞാൻ അപ്പുറം കൂടി കുറച്ചൊന്ന് വെന്തിട്ട് നമുക്ക് എടുത്ത് മാറ്റാം. മീൻ കുറച്ച് പൊരിച്ചെടുത്തിട്ട് ഇനി ബാക്കിയും കൂടി മുഴുവനായിട്ട് പൊരിച്ചെടുക്കാം. ബിരിയാണിക്കുള്ള മീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കായം റെഡിയാക്കാം. ബിരിയാണിക്കുള്ള കുട്ടികളുടെ സൗണ്ട് ഉണ്ട്. കുട്ടികൾ അവിടെ നിന്ന് ഒച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ട്. അതാ ഈ പാത്രത്തിലാണ് കായ ഉണ്ടാക്കുന്നത്. എന്നിട്ടത് ബിരിയാണി ദമ്മിടാൻ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റും. അപ്പം ചെമ്പട്ടി ചൂടാവട്ടെ. ചെമ്പട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മീൻ പൊരിച്ചില്ല, അതിൻ്റെ വെളിച്ചെണ്ണ എടുത്തിലേക്ക് ഒഴിക്കുക. ഇതിലാണ് നമ്മൾ കായ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വെളിച്ചെണ്ണയിൽ കുറച്ചും കൂടിയും ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായിട്ട് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. നമുക്കാദ്യം ഉള്ളി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് നല്ലവണ്ണം വഴന്ന് വരണം. ഈ ഉള്ളി ഒന്ന് വാടി വരാൻ നമുക്ക് കുറച്ച് ഉപ്പിട്ടെടുക്കാം. ഉപ്പ് കൂടി പോകരുത്. മീന് കായം കൂട്ടിയിലൊക്കെ ഉപ്പിട്ടതാണ്. അപ്പം കുറച്ച് ഉപ്പിട്ടെടുക്കാം. ഇവിടെ നന്നായിട്ടൊന്ന് ഇളക്കിട്ടെടുക്കുക. ഉള്ളി വാടി വരുന്നുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം.
തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. ആദ്യം ഇഞ്ചിൻ്റെ പേസ്റ്റ്, പിന്നെ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, പച്ചമുളക് ചതച്ചത്. ഇത് എരിവിനനുസരിച്ച് ഇട്ടാൽ മതി, എരിവ് കൂടിപ്പോണ്ട. ഇത് ഉണ്ടമുളകാണ്, ഉണ്ടമുളകിന് നല്ല എരിവ് ഉണ്ടാവും. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇടുമല്ലോ, അതുകൊണ്ടത് മതി. ഇത് നന്നാക്കി ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുക. കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടുകൊടുക്കുക. ഇനി ഗരം മസാല, അതായത് ബിരിയാണിയിലേക്കൊക്കെ ഞാൻ ഉണ്ടാക്കിയ ഒരു പൊടിയാണിത്, അതിട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചെടുക്കാം നമുക്ക്. കുറച്ച് തൈര് ഒഴിച്ചെടുക്കുക. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. കുറച്ച് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളിയില്ലേ, വലിയ ഉള്ളി, അത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി മീനുകളൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ ഗ്യാസ് സിമ്മിലാണ് വെച്ചത്, അല്ലെങ്കിൽ ഓഫാക്കുക, കാരണം ഒക്കെ നല്ലോണം വെന്ത് വന്നതാണല്ലോ. ഇനി ഇതൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ മസാലകളൊക്കെ മീനിൻ്റെ മുകളിലേക്ക് ഇറക്കണം. ഈ മസാലകളൊക്കെ ഈ മീനിൻ്റെ മുകളിലേക്കാക്കി കൊടുക്കുക. ഗ്രേവിയൊക്കെ മീനിൻ്റെ മുകളിലേക്ക് ആക്കിയിട്ട് ഇത് നമുക്ക് മൂടി വെക്കാം. ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാം. നെയ്ച്ചോറാക്കിയിട്ടാണ് ഞാൻ ദമ്മിടുന്നത്. ആദ്യം നെയ്ച്ചോറ് ഉണ്ടാക്കാം. നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് ദമ്മിടാം. അപ്പോൾ ചെമ്പട്ടി വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഞാൻ 2.5 കിലോ അരിൻ്റെ ചോറാണ് വെക്കുന്നത്. അപ്പം ഈ പാത്രത്തിലാണ് ഞാൻ അളന്നത്. ഈ പാത്രം കണക്കാണ്. അപ്പം ഈ ഒരു പാത്രം നിറച്ച് അരി ഉണ്ടെങ്കിൽ ഈ ഒരു 2 പാത്രം നിറച്ചും വെള്ളം എടുക്കണം നെയ്ച്ചോറ് വെക്കണമെങ്കിൽ. അത് ഏത് പാത്രത്തിൻ്റെ അളവിനാണോ അരി എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ ഇരട്ടി വെള്ളം എടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറാമ്പട്ട, കുറച്ച് ഏലക്കായി, കുറച്ച് കറാമ്പൂവ്, ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് പാത്രത്തിന് ഒരു പാത്രം വെള്ളം ഞാൻ ഒഴിച്ച് ഇനി ഒന്നുകൂടി ഒഴിച്ചെടുക്കണം. ഒരു പാത്രം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും ഇട്ട് കൊടുക്കുക. എന്നാലേ നമ്മളെ ചോറിനൊരു ചൊയ ഇതൊക്കെ ഉണ്ടാവുള്ളൂ.
ഇനി വെള്ളം പതച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളെ നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. ഈ ചെമ്പിലാണ് ദമ്മിടുന്നത്, കാരണം 2 കിലോ അരിയുണ്ട്, അതുകൊണ്ടാണ്. ഈ കായം ചെമ്പിലേക്ക് ആദ്യം മാറ്റാം. കായം ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിടാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉള്ളി വിതറി കൊടുക്കുക. പൊരിച്ച ഉള്ളിയാണ്. കുറച്ച് അണ്ടി മുന്തിരി, കുറച്ച് ക്യാരറ്റ്, കുറച്ച് മല്ലിയില, കുറച്ച് കരിവേപ്പിൻ്റെ ഇല, RKG ആണ് നല്ല നെയ്യ്, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ബാക്കിയൊക്കെ ഞാൻ ഓയിലിലാണ് ചെയ്തത്. മീൻ പൊരിക്കുക മാത്രമേ വെളിച്ചെണ്ണയിൽ ചെയ്തിട്ടുള്ളൂ. ഇത് കുറച്ച് മഞ്ഞപ്പൊടി കലക്കിയതാണ്. ഇനി കുറച്ച് ബിരിയാണി പൊടി ഇട്ട് കൊടുക്കുക. ഇത് ഞാനിവിടെ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ചോറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി ഒന്നും കൂടിയും ഉള്ളിയൊക്കെ നേരത്തെ മാതിരി ഒന്ന് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക. കുറച്ച് ബിരിയാണി പൊടി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് ചപ്പും പുതിന ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഒഴിച്ചു കൊടുക്കുക. മഞ്ഞൾ കലക്കിയത്. ബാക്കിയുള്ള RKG കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ദമ്മിടാന്ന്. അടുപ്പത്ത് കണലിൽ കുറച്ച് നേരം വെച്ചാൽ മതി. ഓവർ കത്തിക്കേണ്ട, ചോറ് കേടുവരും. കാരണം നമ്മൾ മീനൊക്കെ പൊരിച്ച് കായൊക്കെ വാട്ടിയൊക്കെ നെയ്ച്ചോറൊക്കെ ആക്കി വെച്ചതിനെ കൊണ്ട് ഇതിലൊന്നും വേവാനില്ല. ഇത് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ചൂടായാൽ മാത്രം മതി. ഞാനിത് ദമ്മിട്ടിട്ടുണ്ട്. ചിലർ മൈദ ഒക്കെ വെച്ച് ഒട്ടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാനിവിടെ ഇതിൻ്റെ മുകളിലൊരു വെയിറ്റ് മാത്രമേ വെച്ചെടുത്തിട്ടുള്ളൂ. അപ്പം ഇത് കുറച്ചൊന്ന് ഞാനൊരു 2 ചിരട്ട വെച്ചെടുത്തിട്ട്, കണലാണ്. ഒരു 5 മിനിറ്റ് മതി അടുപ്പത്തായതിനെ കൊണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കി വെക്കാം. എന്നിട്ടൊരു കുറച്ച് സമയം വരെ വെച്ചിട്ട് പിന്നെ ദമ്മ് പൊട്ടിക്കുക. ഈ മീൻ ബിരിയാണി എൻ്റെ അയൽവാസി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് ഉണ്ടാക്കുകയാണ്. ഞങ്ങൾക്ക് ഉണ്ടാക്കിയതല്ല കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടതാണ്.